ഈ ബാർ കൗൺസിൽ നേരിട്ടാണോ അതിൽ ഇടപെട്ടോ? പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന്റെ പുറകെ പോയില്ല. കാരണം എനിക്ക് സിനിമയുടെ നമ്മൾ എത്രയോ വർഷം നമ്മൾ 2-2.5 വർഷം ഞാൻ ചോദിച്ച സ്വാഭാവികമായിട്ടും നേരിട്ടും ചെയ്യാമല്ലോ. ചെയ്യാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിത് ആരൊക്കെ പറഞ്ഞറിഞ്ഞത്. ഞാൻ വളരെ ഏറ്റവും വലിയ കാര്യം, എന്നെ വളരെ അടുത്തറിയുന്ന ആൾക്കാരോ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാർ ആരും എന്നോട് ഇത് പറഞ്ഞില്ല. അവിടെയാണ്. പക്ഷെ ചില ആൾക്കാർ എനിക്കിത് അയച്ചു തന്നു, സ്ക്രീൻഷോട്ടൊക്കെ, ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനപ്പോ അത് ആലോചിച്ചു, എത്രയോ നല്ല റിവ്യൂസും എത്ര ഇന്റർവ്യൂസും നമ്മൾ കൊടുത്തേക്കണേ. ഇതൊന്നും അയച്ചു തരാത്ത ആൾക്കാര് എന്തോ ഒരു മോശം സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ലിങ്ക് ഓപ്പൺ പോലും ചെയ്യണ്ട, വായിച്ചോ നേരിട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഗ്ലാൻസ് ഇങ്ങനെ നോക്കില്ലേ. ഞാൻ നോർമലി ഇങ്ങനെ ഒരു മോശമാണെങ്കിൽ ഞാനത് വായിക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ അയക്കണേ? നല്ല കാര്യങ്ങളല്ലേ, അത് വിട്ടേക്കോ, കുഴപ്പമില്ല. കുറെ ആൾക്കാർ പരാതി കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ, അത് സ്നേഹം കൊണ്ടുമാണ്, അല്ലാണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, എന്റെ പ്യുവർ ഒരു ഹാർഡ് വർക്കാണ്. എന്റെ സ്ട്രഗിൾ സഹിച്ചത് മൊത്തം എന്റെ കുടുംബമാണ്, എന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡും എന്റെ കുഞ്ഞും എന്റെ അമ്മയും, ഇവിടുത്തെ ഹസ്ബൻഡിന്റെ അമ്മയാണ് എന്നെ മൊത്തം എന്റെ സ്ട്രഗിളിൽ എന്റെ കൂടെ നിന്നത്. സാറിന്റെ ഫാമിലി, ഇത്രയും പേര് ഹാർഡ് വർക്കിന്റെ ഫലം കാണാൻ പോകുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മുടെ കരഞ്ഞതും ഉറക്കൊഴിഞ്ഞിരുന്ന രാത്രികളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തല്ല. കാരണം അവരാരും ഇതിനു വേണ്ടി ഒന്നും ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, അല്ലെ? എന്റെ ജീവിതം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് ഇതിൽ ഒരു കോൺട്രിബ്യൂഷനും ചെയ്യാത്ത ഒരാളുടെ പേര് വലിച്ചഴിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ചിന്തിച്ച അങ്ങനെയുണ്ട്. ഞാൻ ഇതിനെ പറ്റി തിരക്കിയതുമില്ല, പറഞ്ഞതുമില്ല. അപ്പൊ ഞാൻ പിന്നെയാണ് അറിഞ്ഞത്, ബാർ കൗൺസിലിന് ഇങ്ങനെ ആരോ എനിക്ക് അയച്ചു തന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ പറയാണ്ടിരിക്കാൻ വയ്യ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് എന്റെ ഹൈക്കോടതി എന്ന് പറയുന്നത്. എനിക്ക് സങ്കടമാകുമെന്ന് വിചാരിച്ചാൽ എന്തോരം ആളുകളാണ് എന്നെ വിളിക്കുന്നതും. അത് സാന്ത്വനമാണ്, അതെനിക്ക് മനസ്സിലാകും. ആ മനസ്സുകളല്ലേ ഞാൻ കാണേണ്ടത്, അല്ലെ? 1000 പേരിൽ ഒരാൾ എന്തോ പറയുന്നു, അല്ലെങ്കിൽ 2 പേര് പറയുന്നു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ എനിക്ക് അറിയുന്നതും അറിഞ്ഞൂടാത്തതുമായിട്ടുള്ള എന്റെ സുഹൃത്തുക്കള്, ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ സ്ഥിരം കാണുന്നതോ ചായ കുടിക്കുന്നൊന്നും അല്ല. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലാണ്ടുള്ള പെൺകുട്ടികളുണ്ട്. ആരോട് ഞാൻ പോയി എപ്പോഴും ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞിട്ടല്ല. ഐതറിപ്പോ നാളെ ഞാൻ റോഡിൽ വെച്ച് കാണുവാണെന്ന് വിചാരിച്ചോ, ഐതറിപ്പോ എന്നെ കണ്ടില്ല, ഞാൻ ഐതറ എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാം. അതിന്റെ ക്യാരക്ടറാ, അതിപ്പോ ആരെ കാണിക്കാനൊന്നുമല്ല. ഇപ്പം ദൈവത്തിന്റെ അനുഗ്രഹവും ഞാനും ഒക്കെ ചിന്തിക്കുന്ന ഇതുണ്ട്. എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം? ഒരിക്കലും വേണ്ട. ഞാൻ എന്റെ മനസ്സാക്ഷിക്ക് എനിക്ക് ജീവിക്കുക. പലരും പലതും പറയും. അത് ഇപ്പൊ നമ്മൾ സിനിമയിൽ വന്നു, അല്ലെ പൊളിറ്റിക്സിലേക്ക് വന്നു, നമ്മളൊരു പബ്ലിക്കലി 10 പേര് അറിയുന്ന ആളാവുമ്പോൾ അതിന്റെ വ്യാപ്തി ചിലപ്പോൾ ആ ഡിസ്ട്രിക്റ്റോ അതിനപ്പുറത്തേക്കോ ഒരു സ്റ്റേറ്റോ ആയിട്ട് പോകും. ഇപ്പൊ നമ്മൾ ഇതൊന്നുമല്ല, സാധാരണ നാട്ടും പുറത്തൊരു കൃഷിക്കാരനാണ് ഞാൻ എന്ന് വെച്ചു. ഞാൻ ആ കൃഷിക്കാരനായിട്ട് ജീവിക്കുമ്പോൾ അവിടെയും ഈ പ്രശ്നങ്ങളുണ്ട്. അയലോക്കത്തുനിന്നും അപ്പുറത്തുനിന്നും ഒക്കെ നമ്മുടെ കുറ്റം പറയുകയും ചെയ്യും. അതൊരിക്കലും ആ ഒരു വില്ലേജിന് പുറത്തേക്ക് പോകാറില്ല. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ള, അത് ഇന്ത്യയിൽ മാത്രം, കേരളത്തിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട്. ഔട്ട്സൈഡ് ദ കൺട്രി. ഇത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. അത് ഓരോരുത്തർക്ക് ഒരു പരിധി, എന്താ പറയാ, ചിലത് ഉള്ളി വെക്കും, ചിലർ അത് പിടിച്ചു നിർത്താൻ പറ്റാതെ ഇരിക്കുമ്പോൾ വേറെ പല രീതിയിലും അവർ എക്സ്പ്രസ് ചെയ്യും. അതിനെ നമുക്കൊരിക്കലും തടയാൻ പറ്റത്തില്ല. സോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും എൻ്റെ വൈഫും എൻ്റെ പിള്ളേരോടും പറയുന്നുണ്ട്, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്? സൈദറിന് എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടാണോ ജീവിക്കാൻ? ഇല്ല. സൈദറിന് ശരിയെന്ന് തോന്നുന്നത് സൈദറിന്റെ മനസാക്ഷി അനുസരിച്ച് ചെയ്യുക. കഴിയുന്നതും നമുക്ക് മറ്റുള്ളവരെ നമ്മൾ കാരണം വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കുക. അത്രയും ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒത്തിരി കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടാവും. നമ്മളങ്ങനെ ജീവിച്ചു പോവുക. അപ്പൊ പിന്നെ ഇതിനൊന്നും സമയമില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും ഇതിന്റെ പുറകെ ചിന്തിക്കുന്നുമില്ല, പോകുന്നുമില്ല. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. Neetu's Academy, India's #1 language academy.